ഓപ്പറേഷൻസും അത് ഒരു പ്രോബ്ലമാണ്. അത് നന്നായിട്ട് വർക്ക് ചെയ്തവർക്ക് ക്ലിക്കായി കാണും, അല്ലാത്തവർക്ക് ഡൗട്ട് ഉണ്ടാവും. ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ച് 1-2 പ്രോബ്ലങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് അപ്പോൾ ഓർഡർ 2-ൻ്റെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്രേ ഉള്ളൂ, നമുക്ക് 3 ഓപ്പറേഷൻസ്, മൊത്തം 6 എണ്ണം ഉണ്ട്. 3 എണ്ണം റോ വെച്ചും 3 എണ്ണം കോളം വെച്ചുമാണ്. ആ 3 ഓപ്പറേഷൻസ്, റോ വെച്ചുള്ള ഓപ്പറേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും 2 റോകൾ ഇന്റർചേഞ്ച് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഏതെങ്കിലും റോയിൽ എലമെന്റ്സുകളെ ഒരു നോൺ സീറോ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാന്ന് പറഞ്ഞു. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ല. പിന്നീട് നമ്മൾ പറഞ്ഞു ഏതെങ്കിലും റോയെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മറ്റൊരു റോയിലെ എലമെന്റുകളെ ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതുമായി ആഡ് ചെയ്ത് വെക്കാം. ഓപ്പറേഷൻസ് ഒന്ന് നന്നായിട്ട് വെരിഫൈ ചെയ്യാം. പിന്നീട് നമ്മൾ പറഞ്ഞത് ഈ എ സം എന്ന് പറയാൻ ഐ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ എ ആണ്. എലിമെന്ററി ഓപ്പറേഷനിൽ റോ വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ റോയുടെ ഒരു സമീപനമാണ് നടത്തുന്നതെങ്കിൽ എ സം ഐ എ എന്ന് എടുക്കുക. എ സം ഐ എ. എന്നിട്ട് നമ്മൾ പറഞ്ഞ ലെഫ്റ്റിലുള്ള ഐ എ, എ സം ഐ എന്ന് എടുത്തു. ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇത് എ. ഈ എ തന്നെയാണ് ഈ കാണുന്നത്. നമ്മൾ ചെയ്യുന്നത് ഈ എയുടെ ഓർഡർ 2 ആണെങ്കിൽ, 2 എന്ന് പറയുമ്പോൾ 2 റോസും 2 കോളംസും ആണെങ്കിൽ അതിന്റെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ 2 ആയിരിക്കും. ഇനി നമ്മൾ ഈ എ എന്ന് പറയുന്ന ഇതിന് പകരം ആ മെട്രിക്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക. ഐക്ക് പകരം അതേ ഓർഡറുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യുക. ഈ എക്ക് ഒന്നും ചെയ്യേണ്ട, അതുപോലെ ഇടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പർപ്പസ് ഇത്രയേ ഉള്ളൂ, ഇതിന് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതിന് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിച്ച 3 ഓപ്പറേഷൻസ്. അപ്പോൾ അതിനൊരു വർക്കിംഗ് റൂളുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മെട്രിക്സിന്റെ 1-ാം വരിയുടെ 1-ാമത്തെ എലമെന്റ് യൂണിറ്റ് ആക്കുക. അതിനുശേഷം 2-ാം വരിയുടെ 1-ാമത്തെ എലമെന്റ് 0 ആക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് എലമെന്റിന് ഫസ്റ്റ് റോ യൂണിറ്റി. സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് റോ 0. ദെൻ തേർഡ് സ്റ്റെപ്പ്, സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് യൂണിറ്റി. ദെൻ വീണ്ടും ഫസ്റ്റ് റോയുടെ സെക്കൻഡ് എലമെന്റ് 0. അപ്പോൾ യൂണിറ്റി 0 യൂണിറ്റി 0. യൂണിറ്റി ആക്കിയതിനു ശേഷമേ 0 ആക്കാം. യൂണിറ്റി ആക്കിയിട്ട് തൊട്ട് താഴെ 0 ആക്കാം. പിന്നെ യൂണിറ്റി ആക്കുക തൊട്ട് മുകളിൽ 0 ആക്കാം. അപ്പോൾ നമുക്ക് ആദ്യ സ്റ്റെപ്പ് ഫസ്റ്റ് റോ വെച്ച് ശരിയല്ലേ. 2-ാം സ്റ്റെപ്പ് സെക്കൻഡ് റോ, 3-ാം സ്റ്റെപ്പും സെക്കൻഡ് റോ, 4-ാം സ്റ്റെപ്പ് വീണ്ടും ഫസ്റ്റ് റോ. ആദ്യം ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് യൂണിറ്റി, പിന്നെ സെക്കൻഡ് റോയുടെ ഫസ്റ്റ് എലമെന്റ് 0, വീണ്ടും സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് യൂണിറ്റി, വീണ്ടും ഫസ്റ്റ് റോയുടെ സെക്കൻഡ് എലമെന്റ് 0. ഇങ്ങനെ യൂണിറ്റി 0 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിച്ച 3 ഓപ്പറേഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി മറ്റൊരു പ്രോബ്ലത്തിൽ നമ്മൾ കടക്കുകയാണ്. ആ പ്രോബ്ലം ഒന്ന് കുറിക്കാം. മെട്രിക്സ് 1 - 1 2 3. 1 - 1 2 3. 1 - 1 2 3. അപ്പോൾ നമുക്ക് അതിനെ ഏത് വിളിക്കാം? എ സമം 1 - 1 1 - 1 2 3. ഇതാണ് എ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എ സമം ഐ എ. എ സമം ഐ എ. ഈ എക്ക് പകരം ഈ മെട്രിക്സ് കൊടുക്കുക. 1 - 1 2 3. ഐക്ക് പകരം 1 0 0 1. ഐക്ക് പകരം എക്ക് 1 - 1 2 3. ഐക്ക് പകരം 1 0 0 1. ഇനി എ ഒന്നും ചെയ്യേണ്ട, അതുപോലെ മനസ്സിലായല്ലോ. ഐ എ ഒന്നും ചെയ്യേണ്ട, അതുപോലെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെയാണ് നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുന്നത്. ഈ സാധനത്തിനാണ് നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുന്നത്. അപ്പോൾ ഈ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാൻ നമ്മൾ പഠിച്ചു ആദ്യം ഇതിനെ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ 4 എൻട്രീസ് ഉണ്ട് അല്ലേ? ഈ എൻട്രി 0 എന്നുള്ളതല്ല, എൻട്രികളാണ്, ഫില്ല് ചെയ്യാനുള്ളതാണ്. ഈ 4 എൻട്രീസ് ഉണ്ട്. അത് അവിടെയാണ് ഈ 1 - 1 2 3 കിടക്കുന്നത്. 1 - 1 2 3 കിടക്കുന്നു. ഈ 4 എൻട്രികളിൽ ആദ്യം ഫസ്റ്റ് എൻട്രിയുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ യൂണിറ്റ് ആണ്. 1-ാം സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് എടുത്ത് കൈ വെച്ചാക്കണം, നമ്മൾ നോക്കി വേണം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് യൂണിറ്റ് ആക്കണം. ഇവിടെ ഓൾറെഡി യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ഇനി നമ്മൾ എന്താ ആ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത്തെ വാക്കിനുള്ളതാണ് 2-ാം വരിയുടെ, ശരിയല്ലേ, 2-ാം വരിയുടെ 1-ാമത്തെ എലമെന്റ് എന്താക്കണം? 0 എന്ന് പറഞ്ഞാൽ
രണ്ടാം വരി ഇതാണ്. ഇത് നമ്മൾ ഇപ്പോൾ മൈൻഡ് ചെയ്യരുത്, അത് മൈൻഡ് ചെയ്യേണ്ട സമയം വരും, അപ്പോഴേ പറയാം. ഇപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഈ ഒരു മെട്രിക്സ് മാത്രമാണ്. രണ്ടാം വരിയുടെ ഒന്നാമത്തെ എലമെന്റ് 0. ഇതിനെ നമുക്ക് 0 ആക്കാം. ഈ രണ്ടിനെ 0 ആക്കുക എന്ന് പറയുമ്പോൾ യൂണിറ്റുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത് 0 ആക്കാം. യൂണിറ്റുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത് 0 ആക്കാം. അങ്ങനെ ഈ രണ്ടിന് പകരം ഒരു രണ്ടെന്നുള്ള നമ്പർ 0 ആക്കാൻ പറഞ്ഞാൽ രണ്ടിനോട് -2 കൂട്ടിയാൽ മതി. അഡിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ നോട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രണ്ടാം വരിക്ക് പകരം R2, അത് രണ്ടാം വരി, ഇത് R1, ഇത് R2. അപ്പൊ രണ്ടാം വരിക്ക് പകരം ഞാൻ എഴുതുന്നു. ഈ രണ്ടാം വരി എലമെന്റ് 2, 3 ആണ്. ഈ രണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നാം വരി എലമെന്റ് 1 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നാം വരി എലമെന്റ് -1. അപ്പൊ ഞാൻ ചെയ്യുന്ന R2ന് പകരം R2ന്റെ കൂടെ മീൻസ് ഈ രണ്ടിന് പകരം 2ന്റെ കൂടെ ഞാൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എലമെന്റ് ആണ് ഫസ്റ്റ് എലമെന്റ്സ്. ഇതിന് കറസ്പോണ്ടിങ് ഇതിന് കറസ്പോണ്ടിങ് ഈ എലമെന്റിനെ ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ രണ്ടാം വരിക്ക് പകരം രണ്ടാം വരിയെ ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ രണ്ടാം വരിക്ക് പകരം ഈ എലമെന്റ് 0 ആകും. ഈ എലമെന്റ് 0 ആക്കാൻ ഞാൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 1നെ -2 കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടും. ഈ 1 റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് വരിയാണ്, അല്ലെങ്കിൽ -1 റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് വരിയാണ്. ഈ 2, 3 റെപ്രസെന്റ് ആരെയാണ്? സെക്കൻഡ് വരിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുകൊള്ളു. R2നാണ് ചേഞ്ച്, അപ്പോൾ R1ന് യാതൊരു ചേഞ്ചും ഇല്ല. 1 -1 മനസ്സിലായോ? ഇനി ഈ രണ്ടിന് പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1നെ -2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. R1 എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിനെ ഞാൻ -1 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ കൊടുക്കും. അപ്പോൾ ഈ ഇവിടെ R1 എന്ന് പറഞ്ഞാൽ 1നെ -2 കൊണ്ട് ഗുണിക്കുക -2 ഇതിന്റെ കൂട്ടുമ്പോൾ 0. ആദ്യത്തെ ബുദ്ധിമുട്ടില്ല, പിന്നെ ചെയ്തു വരുന്ന നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിനെ -2 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ കൂട്ടുമ്പോൾ 0 വരും. ഇവിടെ -2 കൊണ്ട് ഗുണിച്ച് കൂട്ടിയതുപോലെ ഇവിടെയും -2 കൊണ്ട് ഗുണിച്ച് കൂട്ടാം. ഇവിടെ -2 കൊണ്ട് ഗുണിക്കുമ്പോൾ -1 × -2 എന്ന് പറയുമ്പോൾ 2 ആവും. 2, 3 യുടെ കൂട്ടുമ്പോൾ 5. ക്ലിയർ ആയല്ലോ? ഇതേ ജോലി ഇവിടെ നമ്മൾ ചെയ്ത ഈ ഒരു ഓപ്പറേഷൻ റൈറ്റിൽ ചെയ്യാം. ഇനിയാണ് റൈറ്റ് നമ്മൾ മൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂണിറ്റി ഈ പറഞ്ഞ പരിപാടികളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? ലെഫ്റ്റിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ അവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവിടെ ഇത് വർക്കിനോട് മീൻസ് ഇത് ചെയ്യാൻ വേണ്ടി യൂണിറ്റി 0, യൂണിറ്റി 1 എന്നാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ആ ഓപ്പറേഷൻ റൈറ്റിലൂടെ ഒന്ന് എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ റൈറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചുമില്ല, കണ്ടാ ഫസ്റ്റ് റോ അതുപോലെ എഴുതി. ഇനി സെക്കൻഡ് റോ ഇതിന് പകരം ഇതിന് കറസ്പോണ്ടിങ് ഇതാണ്. ഇതിനെ -2 കണ്ടാ ഇതിനെ -2 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിനോട് കൂടും. ഇതിനെ -2 കൊണ്ട് ഗുണിക്കുമ്പോൾ -2, 0 കൂട്ടുമ്പോൾ -2. ഇവിടെ -2 കൊണ്ട് ഗുണിച്ച് ഇവിടെ കൂട്ടി, ഇവിടെ അതുപോലെ -2 കൊണ്ട് ഗുണിച്ച് കൂട്ടി, -2 കൊണ്ട് ഗുണിച്ച് കൂട്ടി, ഇവിടെ -2 കൊണ്ട് ഗുണിച്ച് കൂട്ടി. അപ്പൊ ഇവിടെ -2 കൊണ്ട് ഗുണിക്കണം, 0 -2 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 വന്നിട്ട് കൂടെ പോകും. ഈ വർക്ക് അത്രേ ഉള്ളൂ. റോയുടെ ഓപ്പറേഷൻ തന്നെയാണ്. കോളമാകുമ്പോഴേ ഇങ്ങനെ വരത്തുള്ളൂ. ഇങ്ങനെ വല്ല ചെയ്തു പോയാൽ കോളമായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ എലിമെന്ററി ഓപ്പറേഷനിൽ റോ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പ്രോബ്ലം തീരുന്നവരെ റോ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെ യൂണിറ്റി ആക്കിയത് റോ എലിമെന്റ് ഓപ്പറേഷൻ വെച്ച്, ഇതിനെ 0 ആക്കിയത് റോ ഓപ്പറേഷൻ വെച്ച്, ഇതിനെ യൂണിറ്റി ആക്കുന്നത് റോ ഓപ്പറേഷൻ, ഇതിനെ 0 ആക്കുന്നത് റോ ഓപ്പറേഷൻ. അല്ലാതെ ഇത് റോയും പിന്നെ ഇത് കോളവും ഇത് റോയും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കോളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൂർണ്ണമായും കോളം. അപ്പോൾ കോളത്തേക്കാൾ നല്ലത് നമുക്ക് റോ ആണ്. എക്സാമിന് ഇന്നതൊന്നും പറയില്ല, എലിമെന്ററി ഓപ്പറേഷനെ പറയുള്ളൂ, നമുക്ക് റോ വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ യൂണിറ്റി ആയി 0 ആയി. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് യൂണിറ്റി ആക്കണം. സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് റൈറ്റിലല്ല ലെഫ്റ്റിലാണേ നോക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് യൂണിറ്റി ആക്കണം. സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് യൂണിറ്റി ആക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് 5 ആണ്. സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് ആണ് 5 ആണ്. അപ്പോൾ 5നെ യൂണിറ്റി ആക്കുക എന്നുള്ള ഒരു നമ്പറിന്റെ യൂണിറ്റി ആക്കാൻ പറഞ്ഞാൽ ആ നമ്പറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5നെ യൂണിറ്റി ആക്കാൻ പറഞ്ഞാൽ 5നെ അതിന്റെ റെസിപ്രോക്കലായ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി 2/3 എന്നുള്ള നമ്പർ ഉണ്ടെങ്കിൽ അതിനെ യൂണിറ്റി ആക്കാൻ പറഞ്ഞാൽ ഇതിന് റെസിപ്രോക്കലായ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -4നെ യൂണിറ്റി ആക്കാൻ പറഞ്ഞാൽ -4നെ അതിന്റെ റെസിപ്രോക്കൽ -1/4 ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -+ പ്ലസ് ആവും 4 യൂണിറ്റി ആക്കാനുള്ള ഐഡിയ മനസ്സിലായാലും ഒരു നമ്പറിനെ യൂണിറ്റി ആക്കാൻ പറഞ്ഞാൽ ആ നമ്പറിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ആ നമ്പറിനെ മൾട്ടിപ്ലൈ ആവും. പക്ഷേ ഒരു പ്രശ്നം, ആ നമ്പറിനെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. 5നെയാണ് നമുക്ക് യൂണിറ്റി ആക്കേണ്ടത്. 5നെ മാത്രമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ റോയിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരിക്കലും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ല.
ഓപ്പറേഷനിൽ പഠിച്ചിട്ടുണ്ട്. ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി എലമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പർ. ഒരു റോയിലെ അല്ലെങ്കിൽ കോളത്തിലെ എലമെന്റുകളെ ഒരു നോൺ സീറോ പൂജ്യമല്ലാത്തൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാൻ പോകും. നോക്കി, ഞാൻ സെക്കൻഡ് റോയ്ക്ക് വരാം. R2 implies 1/5 R2. ശരിയല്ലേ? R2 implies 1/5 R2. അപ്പോൾ R2 ന് പകരം ഞാൻ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ആവും. ഫസ്റ്റ് റോ അതുപോലെ തന്നെ ഞാൻ കുറിച്ചു 1 - 1. സെക്കൻഡ് റോയ്ക്ക് പകരം 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ആവും 0 ന് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ആവും 0 അല്ലേ. 5 ന് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ആവും 1. ദെൻ റൈറ്റിൽ ഇതേ സാധനം റൈറ്റ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. സെക്കൻഡ് റോ ഇതിനെയാണ് ഞാൻ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ -2 ന് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ആവും -2/5. 1 ന് 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ആവും 1/5. ഐഡിയ കിട്ടിയോ? മനസ്സിലായോ? ഇനി അപ്പോൾ റൈറ്റ് അല്ലേ നോക്കേണ്ടത്? പിന്നെ സുഹൃത്തുക്കളെ റൈറ്റ് അല്ല ലെഫ്റ്റിലാണ് നോക്കേണ്ടത്. യൂണിറ്റി 0 യൂണിറ്റി. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് യൂണിറ്റി, സെക്കൻഡ് റോയുടെ ഫസ്റ്റ് എലമെന്റ് 0, സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് യൂണിറ്റി. എല്ലാം നമ്മൾ റോയുടെ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തതാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് റോയുടെ സെക്കൻഡ് എലമെന്റ്. ഫസ്റ്റ് റോ ഇതാണ്, അതിന്റെ സെക്കൻഡ് എലമെന്റ് ഇത് 0. ഇതിനെ 0 ആക്കാൻ ഈ യൂണിറ്റുമായി കണക്ട് ചെയ്യും. ഇതിനെ 0 ആക്കാൻ ഈ യൂണിറ്റുമായി കണക്ട് ചെയ്യും. അപ്പോൾ ഇതിനെ 0 ആക്കാൻ ഈ യൂണിറ്റ് അല്ല ഇതല്ല ഇതെടുക്കരുത്, ഇതെടുത്ത കോളായി. ഇതിനെ 0 ആക്കാൻ ഇതിലില്ല. ഈ -1 ഒന്നാം കൂട്ടുകയാണെങ്കിൽ 0 വരത്തില്ലേ? ആക്ച്വലി ഒന്നല്ല, ഇതിനെ ഒന്നുകൊണ്ട് കുടിച്ചുകൊണ്ട് കൂടുക. ഒന്നുകൊണ്ട് കുടിക്കാൻ നമ്മൾ പറയാറില്ല. ഇതിന്റെ കൂടെ നമുക്ക് കൂട്ടി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും R1 implies R1 plus 1 into R2 that is R. അപ്പോൾ ഇതിന്റെ കൂടെ ഈ ഫസ്റ്റ് റോയ്ക്ക് പകരം ഫസ്റ്റ് റോയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ് കറസ്പോണ്ടിങ് ഇത്, ഈ എലമെന്റ് കറസ്പോണ്ടിങ് ഇത്. ഇതിന്റെ കൂടെ ഇതിന് പകരം ഇതിന്റെ കൂടെ R2, ഇതിന്റെ കൂടെ ഇത് കൂട്ടും 1, ഇതിന്റെ കൂടെ ഇത് കൂട്ടുമ്പോൾ 0. സെക്കൻഡ് റോയ്ക്ക് അത് ചെയ്തിട്ടില്ല, അത് റൈറ്റും ചെയ്തു. ഈ ഫസ്റ്റ് റോയ്ക്ക് വരെ ഇതിന്റെ കൂടെ ഇത് കൂട്ടുന്നു. ഒന്നിന്റെ കൂടെ -2/5 കൂട്ടി. അപ്പോൾ ഇവിടെ നിന്ന് വരും 5 - 2/5. 5 - 2 is 3/2. ഇതിന്റെ കൂടെ ഇത് കൂട്ടുമ്പോൾ 0 ന് 1/5 ഇടുമ്പോൾ 1/5. സെക്കൻഡ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. സോറി. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് നമുക്ക് ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറയും. ഇതിന്റെ പ്രോഡക്റ്റ് ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻവേഴ്സ് ആയി കാണുന്നത്. ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ചിന്തിക്കേണ്ട, ഇതെങ്ങനെ എഴുതി വെച്ചാൽ മതി. therefore A inverse സമം 3/2 1/5 -2/5 1/5. Five on it. Sorry, 5 on it. The 5 on it. This is the order. This is the order. This is 3/5 on it. Okay. Clear ആയോ? മറ്റൊരു പ്രോബ്ലം കുറിച്ചോളൂ. മറ്റൊരു പ്രോബ്ലം മെട്രിക്സ് 2 1 2 1 first row, second row 1 1 2 1 1 1 2 1 1 1 2 1 2 1 1 1 2 1 1. Okay, നോക്കാം. 2 1 1 1 2 1 1. അപ്പോൾ ഇവിടെ ചെയ്ത പരിപാടി എന്താ? S സമം EA. EAക്ക് വരെ മാട്രിക്സ് കൊടുത്തു 2 1 1 1. Iക്ക് പകരം 1 0 0 1. EA അതുപോലെ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം റൈറ്റ് അല്ല ലെഫ്റ്റ് ആണ് നോക്കേണ്ടത്. ലെഫ്റ്റിലുള്ള ഈ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് യൂണിറ്റ് ഇതിനെ യൂണിറ്റ് ആക്കണം. ഇതിനെ യൂണിറ്റ് ആക്കാൻ ഇപ്പുറത്തെ യൂണിറ്റ് ഉണ്ട്. ഇതിനെ ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത ഫോളോ ആയി നമുക്ക് റോ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം തൊട്ട് താഴെ യൂണിറ്റ് ഉണ്ട്. വേറെ ഇന്റർചേഞ്ച് ചെയ്താൽ നമ്മൾ രണ്ട് റോസുകൾ ഇന്റർചേഞ്ച് ചെയ്യാൻ നമ്മൾ ഓപ്പറേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് റോയ്ക്ക് പകരം ഫസ്റ്റ് റോയിലെ സെക്കൻഡ് ആകും, സെക്കൻഡ് ഫസ്റ്റ് ആകും. R1 ഇംപ്ലൈഡ് ആകും. R1 പിടിച്ച് R2 ആകുന്നു, R2 പിടിച്ച് R1 ആകും. അപ്പോൾ ഇതങ്ങ് ഫസ്റ്റ് പോകും, ഇത് സെക്കൻഡ്. അതേ ഓപ്പറേഷൻ റൈറ്റിൽ ചെയ്യണം. ഇതങ്ങ് ഫസ്റ്റ് പോകും, അപ്പോൾ ഇത് സെക്കൻഡ് വരും.
കണ്ട റോകൾ ഇവിടെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് ലെവൽ യൂണിറ്റ് ആയി. ഇനി ഇത് 0 ആക്കും. ഇവിടെ 2 ആണ്. 2ന് 0 ആക്കാൻ ചെയ്യാൻ മതി. തൊട്ട് മുകളിലുള്ള 1ന് -2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടിയാൽ മതി. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ -3 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടുക. ഇവിടെ 5 ആണെങ്കിൽ -5 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടുക. ഇവിടെ -2 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടുക. അപ്പോൾ ഇവിടെയാണ് 0 ആക്കുന്നത്. അപ്പോൾ R2 ചേഞ്ച്. R2 ഇംപ്ലൈസ് R2 പ്ലസ് -2R1 -2R. ഈ R2ന് പകരം ഇതിന് പകരം ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1 എലമെന്റ്സ് 1 ഒന്നാണ്. ഇതിനെ -2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടും. ഇവിടെ -2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടും. അതേ സാധനം ഇവിടെ ചെയ്യും. ഫസ്റ്റ് റോ അതുപോലെ ഇട്ടിട്ട് ഇതിനെ -2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടും. ഇവിടെ -2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടും. ഇത്രയും. അപ്പോൾ ഞാൻ എഴുതുന്നു R2 മാത്രമേ ചേഞ്ച് ഉള്ളൂ. 1 1. ഇനി ചെയ്യുന്നത് ഇതിനെ -2 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിനോട് കൂട്ടും. ഇതിനെ -2 കൊണ്ട് ഗുണിക്കുക -2 ഇതിനോട് കൂടുമ്പോൾ 0. ഇനി ശ്രദ്ധിക്കുക, ഇതിനെ -2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടുന്നപ്പം ഇവിടെ -2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടും. ഇവിടെ -2 കൊണ്ട് ഗുണിക്കുക -2 ഒന്നിനോട് കൂടെ -1. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. സെക്കൻഡ് റോ ഇതിനെ -2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടും. ഇവിടെ -2 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 ആണ്. 0 ഒന്നിനോട് കൂടെ 1. ഇതിനെ -2 കൊണ്ട് ഗുണിക്കുക -2 0 കൂടെ -2. അപ്പോൾ യൂണിറ്റി ആയി 0 ആയി. തേർഡ് സ്റ്റെപ്പ് വീണ്ടും സെക്കൻഡ് റോയുടെ സെക്കൻഡ് ലെവൽ ആണ്. സെക്കൻഡ് ലെവൽ -1 അതിന് യൂണിറ്റ് ആക്കും. -1നെ യൂണിറ്റ് മീൻസ് 1 ആക്കാൻ അതിന്റെ റെസിപ്രോക്കൽ തന്നെ വേണമെന്നില്ല. ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ മതി. പക്ഷേ ഈ എലമെന്റ് മാത്രമേ മൾട്ടിപ്ലൈ പറ്റില്ല, ഈ റോയിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ. അപ്പോൾ ഞാൻ എഴുതുന്നത് R2 ഇംപ്ലൈസ് -1 R2. അപ്പോൾ ഇത് സംഭവിക്കട്ടെ. ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. ഇതിനെ -1 അതായത് ഫസ്റ്റ് റോ അതുപോലെ തന്നെ ഉണ്ട്. കാരണം സെക്കൻഡ് റോയ്ക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു ഓപ്പറേഷൻ കൊടുക്കുന്നുള്ളൂ. സെക്കൻഡ് റോ മാത്രം ചെക്ക് ചെയ്താൽ മതി. സെക്കൻഡ് റോയെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? സെക്കൻഡ് റോയിൽ എലമെന്റ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ സെക്കൻഡ് റോ എലമെന്റ് ആക്കിയാണ് 1 -2. 1നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ -1. ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ 2. അപ്പോൾ യൂണിറ്റി ആയി 0 ആയി യൂണിറ്റി ആയി. ഇനി നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് യൂണിറ്റ് ആയി, സെക്കൻഡ് റോയുടെ ഫസ്റ്റ് എലമെന്റ് 0 ആയി, സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് യൂണിറ്റ് ആയി. ഇനി വീണ്ടും ഫസ്റ്റ് റോയുടെ സെക്കൻഡ് എലമെന്റ് ഇത് 0 ആണ്. 0 ആക്കാൻ തൊട്ട് താഴെ ഒന്നില്ലേ, ഇതിനൊരു -1 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിനോട് കൂട്ടിയാൽ പോരെ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇത് കുറച്ചാൽ മതി. കുറയ്ക്കുക എന്നുള്ള നമ്മൾ അഡീഷൻ ആണ് പറഞ്ഞേക്കാം. സബ്ട്രാക്ഷൻ അഡീഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെ -1 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ എഴുതുന്നു R1. കാരണം ഇതെന്ന് പറഞ്ഞാൽ R1 എലമെന്റ് ആണ്. ഇതിനെയാണ് 0 ആണ്. R1 ഇംപ്ലൈസ് R1 പ്ലസ് -1 R2. അപ്പോൾ ഇത് സംഭവിക്കൂടെ? ഫസ്റ്റ് റോയ്ക്കാണ് ചേഞ്ച്. കണ്ടാ ഇതിനെ കറസ്പോണ്ടിങ് ഇതാണ്, ഇതിനെ കറസ്പോണ്ടിങ്. അപ്പോൾ R2 ഇതാണ്. ഇതിനെ -1 ആണ്. ഇതിനെ -1 ഗുണിച്ചിട്ട് കൊടുക്കും. ഇവിടെ -1 ഗുണിച്ചാലും 0 ഒന്നിൻ്റെ കൂടെ പോകും. ഇതിനെ -1 ഗുണിക്കും -1 ഇതിൻ്റെ കൂടെ 0. R1 ആണ് ചേഞ്ച്, R2 ചേഞ്ച് ഇല്ല. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഈ R1 പകരം കണ്ടാ R2 ഇതിനെ -1 ഗുണിക്കും. ഇതിനെ -1 ഗുണിക്കും 1 ഇതിൻ്റെ കൂടെ 1. ഇതിനെ -1 ഗുണിക്കും -2 ഇതിൻ്റെ കൂടെ -1. സെക്കൻഡ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എന്ത് കിട്ടി? ആഡിംഗ് മാട്രിക്സ് കിട്ടി. അപ്പം കൂടെ എഴുതാം A ഇൻവേഴ്സ് സമം. ശരിയല്ലേ? A ഇൻവേഴ്സ് സമം എന്ത് വരും? 1 -1 -1. അങ്ങോട്ട് അടുത്ത പ്രോബ്ലം. അടുത്ത പ്രോബ്ലം ഏകദേശം കുറച്ച് ഐഡിയ കിട്ടിയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം. അടുത്ത പ്രോബ്ലം A സമം matrix 2 3 5 7. 2 3 5 7 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആണ്. 2 3 5 7. ഇത് നേരത്തെ സ്വല്പം കൂടി നമ്മൾ ഒന്നുകൂടി ജാഗ്രത വേണം. കാര്യം യൂണിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ A സമായി Aക്ക് പകരം 2 3 5 7, Iക്ക് പകരം 1 0,
0 ഈ എ അതുപോലെ ഇനി തൊട്ട് താഴെ യൂണിറ്റി ഒന്നുമില്ല, ഇവിടെ യൂണിറ്റി അല്ല, യൂണിറ്റി ആണ്. ഫസ്റ്റ് എലമെന്റ് യൂണിറ്റി ആണ്. 2 നെ യൂണിറ്റി ആക്കാൻ അതിന്റെ റെസിപ്രോക്കലായ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ മൊത്തത്തിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ശ്രദ്ധിക്കണം, ഫ്രാക്ഷൻ വരുന്നതാണ് സൂക്ഷിച്ചു വേണം ചെയ്യാൻ. R1 ഇംപ്ലൈസ് 1/2 ആണ്. അപ്പോൾ നോക്കട്ടെ, ഈ ഫസ്റ്റ് റോ മൾട്ടിപ്ലൈ ഇത് 1 വരും, ഇവിടെ 3/2 വരും. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ചെയ്യാം. ഇത് റൈറ്റിലും ചെയ്യണം. ഇതിന് 1/2 മൾട്ടിപ്ലൈ 1/2, 0 1/2 മൾട്ടിപ്ലൈ 0, സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ചെയ്യാം. ആരും വിചാരിച്ചാൽ ഇവിടെ യൂണിറ്റി അല്ലേന്ന്, ഇവിടുത്തെ യൂണിറ്റി അല്ല നോക്കുന്നത്, ഇവിടെയാണ് യൂണിറ്റി ആയിട്ട് കേസ് നോക്കുന്നത്. ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ റൈറ്റിലും കൂടെ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് ലെവൽ യൂണിറ്റി ആയി. ഇനി സെക്കൻഡ് റോയുടെ ഫസ്റ്റ് ലെവൽ 0, ഇതിനെ 0 ആക്കണം. അപ്പോൾ ഇവിടെ 0 അല്ലെന്ന് വെച്ചാൽ ഇവിടെ നോക്കരുത്, അത് മൈൻഡ് ചെയ്യരുത്, ഇവിടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ 0 ആക്കുക എന്ന് പറഞ്ഞാൽ 5 അല്ലേ, 5നെ 0 ആക്കുക, അതായത് തൊട്ട് മുകളിൽ ഇതിനെ -5 കൊണ്ട് ഗുണിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇത് R2 ആണ്. R2 ഇംപ്ലൈസ് R2 പ്ലസ് ഇതിനെ 0 ആക്കാൻ ഇത് തൊട്ട് മുകളിലുള്ള ഇതെന്ന് പറഞ്ഞാൽ R1 എലമെന്റ് ആണ്. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെ -5 കൊണ്ട് മൾട്ടിപ്ലൈ, -5 R കണ്ടല്ലോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചോണം, ഒന്ന് ക്ഷമ വേണം, കാര്യം ഫ്രാക്ഷൻ വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം ചെയ്യാൻ. ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല, അതുപോലെ വരും 1 3/2. ഇനി ഇതിനെ നമുക്ക് 0 ആക്കണം അല്ലേ. ഇതിനെ 0 ആക്കുക എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് മുകളിൽ, അതാണ് ഓപ്പറേഷനിലേക്ക് തൊട്ട് മുകളിൽ ഈ 1നെ -5 കൊണ്ട് ഗുണിക്കും. ഇതിനെ -5 കൊണ്ട് ഗുണിക്കുമ്പോൾ വരും -5. ഈ -5 ഈ 5 ന്റെ കൂടെ 0. ഇനി ഇതിനെ നമ്മൾ -5 കൊണ്ട് ഗുണിക്കും. ഇതിനെ -5 കൊണ്ട് ഗുണിച്ചുകൂടെ കൂട്ടി വെച്ചു. ഇനി ഇവിടെ ചെയ്ത അതേ കാര്യം ഇവിടെ ചെയ്യണം അല്ലേ. അപ്പം കാര്യം ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ ആ പഴയ റോ ആവത്തുള്ളൂ, ഇങ്ങനെ ആയിപ്പോയാൽ കോളമായി പോകും, ശ്രദ്ധിക്കണേ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നു കേട്ടോ. ഇനി ഇതിനെ -5 കൊണ്ട് ഗുണിക്കുമ്പോൾ -15/2 എന്ന് വരും. കാര്യം -5 × 3/2, -5 × 3/2 മീൻസ് -15/2. ഈ -15/2 7 ആഡ് ചെയ്യും. അപ്പോൾ 7 നമ്മൾ ആഡ് ചെയ്യുന്നത് 7 പ്ലസ് -15/2 ശരിയല്ലേ കേട്ടോ. R2ന്റെ കൂടെ R1നെ -5 കൊണ്ട്, R1 എന്നുള്ളത് 3/5, 3/2, R1 എന്നുള്ളത് 3/2. ഈ 3/2നെ -5 കൊണ്ട് ഗുണിക്കുമ്പോൾ -15/2. ആ -15/2 R2 ആഡ് ചെയ്യും. R2 മീൻസ് അവിടെ 7 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരും, ഇത് 14 വരും. 14 പ്ലസിന്റെ -15/2, ആൻസർ -1/2 ശരിയല്ലേ. അപ്പോൾ ഇവിടെ എഴുതാം ശരിയല്ലേ. അപ്പോൾ -1/2 ആണ്. ഇതിനെ -5 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ കൂട്ടിയപ്പോൾ 0 വന്നു. ഇതിനെ -5 കൊണ്ട് ഗുണിക്കുമ്പോൾ -15/2, -15/2 7 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു, -1/2. ക്ലിയർ ആയല്ലോ. അത് റൈറ്റിംഗ് ചെയ്യണം. ഏത് റൈറ്റ് ചെയ്യണം? ഈ ഓപ്പറേഷൻ റൈറ്റിംഗ് ചെയ്യണം. റൈറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയ്ക്ക് ആരും ചേഞ്ചുമില്ല, ഫസ്റ്റ് റോ അതുപോലെ നമ്മൾ ഇട്ടു. ഫസ്റ്റ് റോ എന്താണ് 1/2 0. സെക്കൻഡ് റോയ്ക്ക് പകരം ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിന്റെ കൂടെ ഇതിനെ -5 കൊണ്ട് ഗുണിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിനെ -5 കൊണ്ട് ഗുണിക്കുമ്പോൾ 1/2നെ -5 കൊണ്ട് ഗുണിക്കുമ്പോൾ -5/2, -5/2 0 ആഡ് ചെയ്യുമ്പോൾ -5/2. സംശയമുള്ളതിന്റെ പേപ്പർ സൈഡിൽ കുറിച്ച് നോക്കണം. അപ്പോൾ ഇതിനെ -5 കൊണ്ട് ഗുണിച്ച് ഇവിടെ കൂട്ടിയതുപോലെ ഇവിടെയും -5 കൊണ്ട് ഗുണിച്ച് ഇവിടെ കൂട്ടും. ഇവിടെ -5 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 ശരിയല്ലേ, 0 ഒന്നിനെ കൊണ്ട് വന്നില്ല. ഒന്ന് ശ്രദ്ധിക്കുക, യൂണിറ്റി ആയി 0 ആയി. ഇനി നമുക്ക് എന്താണ് വീണ്ടും നമ്മുടെ ആ ഓപ്പറേഷൻസ് നോക്കിയാൽ മതി. ആ ഓപ്പറേഷൻസിൽ കഴിഞ്ഞ ശേഷം വർക്കിംഗ് യൂണിറ്റ് ഉണ്ട്. ആദ്യം യൂണിറ്റി, പിന്നെ 0, പിന്നെ യൂണിറ്റി. എവിടെ യൂണിറ്റി? സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ്. അപ്പോൾ റൈറ്റ് നോക്കരുത്, ലെഫ്റ്റ് ആണ് നോക്കേണ്ടത്. സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ് ഇതാണ്, സെക്കൻഡ് റോ, അതിന് സെക്കൻഡ് എലമെന്റ് ഇതാണ്. ഇതിനെ യൂണിറ്റി ആക്കണം. അപ്പോൾ -1/2നെ യൂണിറ്റി ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 2നെ യൂണിറ്റി ആക്കാൻ പറഞ്ഞാൽ 2ന്റെ റെസിപ്രോക്കലായ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ. അങ്ങനെ 1/2 ആണെങ്കിൽ 1/2 റെസിപ്രോക്കൽ 2 ആണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി -2 ആണെങ്കിൽ -2 റെസിപ്രോക്കൽ -1/2. തിരിച്ച് -1/2 റെസിപ്രോക്കൽ -2 ആണ്. അപ്പോൾ ഒരു -2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ, ഇതിനെ മാത്രം മൾട്ടിപ്ലൈ പറ്റത്തില്ല, മൊത്തത്തിൽ മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ പറയുന്നു, ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി എലമെന്റ്സ് ഓഫ് എന്താണ് എ റോ ഓർ കോളം ബൈ എ നോൺ സീറോ നമ്പർ. അപ്പോൾ ഇതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എഴുതാം R2 ഇംപ്ലൈസ് -2 R. നമുക്ക് എഴുതാം R1 യാതൊരു ചേഞ്ചും ഇല്ല. R2 നമ്മൾ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. ഇതിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ഈ 2 ഈ 2 ക്യാൻസൽ ചെയ്യുക. അത് റൈറ്റ് ചെയ്യണം. R1 യാതൊരു ചേഞ്ചും ഇല്ല. കണ്ട R2
R2 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. ഈ 2 ക്യാൻസൽ 5. ഈ 1നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ മൈനസ് ഇത്ര ഓക്കെ ആണല്ലോ. യൂണിറ്റി ആയി 0 ആയി യൂണിറ്റി ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് റോയുടെ സെക്കൻഡ് എലിമെന്റ് യൂണിറ്റി. ഇതാണ് ഫസ്റ്റ് റോ. അതിന് സെക്കൻഡ് എലിമെന്റ് യൂണിറ്റി. ഇതിനെ 0 ആക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ 0 ആക്കിയത് ഈ യൂണിറ്റുമായി കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ 0 ആക്കാൻ ഈ യൂണിറ്റ് നോക്കിയിട്ട് ഇങ്ങനെ ആയാൽ കോളായിപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് കയ്യിലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ 0 ആക്കുന്നത് 0 ആക്കേണ്ട എലമെന്റ് ഇതിന് കറസ്പോണ്ടിങ് ആ യൂണിറ്റ്. ഇതിനെ 0 ആക്കാൻ പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് താഴത്തെ യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഇതിനെ ഒരു -3/2 കൊണ്ട് ഗുണിച്ചിട്ട് കൂട്ടിയാൽ പോരെ. അപ്പോൾ ഇതിനെ ഒരു നെഗറ്റീവ് നമ്പറായി ഇതിനെ നെഗറ്റീവ് നമ്പറായ -3/2 കൊണ്ട് ഗുണിച്ചുകൊണ്ട് കൂട്ടുമ്പോൾ 0 ആവത്തില്ല. അപ്പോൾ ഇവിടെ -3/2 കൊണ്ട് ഗുണിച്ചുകൊണ്ട് കൂട്ടുമ്പോൾ ഇവിടെയും -3/2 ഗുണിച്ചു കൂട്ടണം. അത് ഇവിടെയും ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെയാണ് 0 ആക്കുന്നത്. ദാറ്റ് മീൻസ് R1 ആണ് ചേഞ്ച്. R1 ഇംപ്ലൈസ് കണ്ടാ R1 പ്ലസ് കാര്യം ഇത് പ്ലസ് ഇതിന്റെ കൂടെ ഇതിനെ -3/2. അപ്പോൾ ഇത് എന്ന് പറയുന്നത് R2 അല്ലേ. അപ്പോൾ R2 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? -3/2 അങ്ങനെ ഗുണിച്ചിട്ട് കൂട്ടും. കണ്ടാ മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും നിങ്ങളെ? ഇതിന് കറസ്പോണ്ടിങ് ഇതിനെ -3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഇതിന്റെ കൂടെ പോകുന്നില്ല. ഇതിനെ -3/2 കൊണ്ട് ഗുണിക്കുമ്പോൾ -3/2 ഇതിന്റെ കൂടെ 0. സെക്കൻഡ് റോയ്ക്ക് യാതൊരു ചേഞ്ചുമില്ല. അതുപോലെ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റിൽ ഇത്തിരി സ്വല്പം ഒന്ന് ചിന്തപ്പെടുത്തുമ്പോൾ ഇതിനെ -3/2 കൊണ്ട് ഗുണിക്കും. ഇതിനെ -3/2 കൊണ്ട് ഗുണിക്കുമ്പോൾ -15/2. ശ്രദ്ധിക്കണം, -15/2 വാട്ട്. ഇതിനെ -3/2 കൊണ്ട് ഗുണിക്കുമ്പോൾ -15/2. ഈ -15/2 ഇതിന്റെ കൂടെ 1/2 ഇതിലൂടെ -15/2 1/2 പ്ലസ് -15/2 കണ്ടാ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 1 - 15 -14 -14/2 മീൻസ് -7. ഇതിനെ -3/2 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ കൂട്ടും. ഇനി അതുപോലെ ഇവിടെ -3/2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. 2 ക്യാൻസൽ ആയി 3 ആവും. ആ 3 0 കൊടുക്കുമ്പോൾ 3. സെക്കൻഡ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. അതുപോലെ കണ്ടാ. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ പ്രോഡക്റ്റ് നമുക്ക് എന്ത് കിട്ടി? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. ഇതിന്റെ പ്രോഡക്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന് മീൻ ചെയ്യുന്നത് ഇതിന് ഇൻവേഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് therefore A ഇൻവേഴ്സ് സമം ഈ മെട്രിക്സ് ആണ് കിട്ടി. മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സാമിന് ഫൈൻഡ് A ഇൻവേഴ്സ് യൂസിങ് എലിമെന്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. കാര്യം നമ്മൾ അടുത്തൊരു യൂണിറ്റ് ഉണ്ട് ഡിറ്റർമിനൻസ്. അത് പഠിക്കുമ്പോൾ അവിടെ ഇൻവേഴ്സ് എന്ന് വിളിക്കാൻ പഠിക്കും. അവിടെ ഈ മെത്തേഡല്ല. അപ്പം ഇൻവേഴ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യാം. പക്ഷേ പർപ്പസ് ആയിട്ട് കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ യൂസിങ് എലിമെന്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ വെച്ച് തന്നെ ചെയ്യണം എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇത് എങ്ങനെ ചെയ്താലും ഇപ്പം നമ്മൾ ഇനി സെക്കൻഡ് യൂണിറ്റ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഇൻവേഴ്സ് എന്ന് പഠിക്കും. ആ മെത്തേഡിൽ ചെയ്താൽ ഈ മെത്തേഡിൽ ചെയ്താൽ ഏത് മെത്തേഡിൽ ചെയ്താലും ആൻസർ അല്ല ഒന്ന്. പക്ഷേ അങ്ങനെ ചെയ്താൽ മാർക്ക് തരത്തില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ചു വെക്കണം. യൂസിങ് എലിമെന്ററി ഓപ്പറേഷൻ നമ്മൾ ഈ മെത്തേഡിൽ തന്നെ ചെയ്യണം. ഒരു പ്രോബ്ലം ഇവിടെ നമ്മൾ ചെയ്ത് ഈ സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ പിന്നീട് ഓർഡർ 3ലേക്ക് പോവാണ്. അടുത്തൊരു പ്രോബ്ലം കുറിച്ചോളൂ. അടുത്തൊരു പ്രോബ്ലം ഒന്ന് കുറിച്ചോളൂ. ചേഞ്ച് വരുന്ന പ്രോബ്ലമാണ്. പ്രോബ്ലം പ്രോബ്ലം കുറിച്ചോളൂ. 2 1 മെട്രിക്സ് 2 1 4 2 2 1 4 2 1 4 2 1 4 2 1 4 ഏകദേശം ഒരു 18 പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് എൻസൈഡ് ടെക്സ്റ്റ് 18 പ്രോബ്ലം നമ്മൾ ചെയ്തു. 2 1 4 2 1 4. അപ്പോൾ A സമം 2 1 4. ഓക്കെ, ഇതിന് വേറെ ഒരു പ്രത്യേകത ഉള്ളതാണ്. ഈ പ്രോബ്ലം തന്നെ സെലക്ട് ചെയ്ത് അപ്പോൾ A സമം I. അപ്പോൾ എക്ക് വരെ മെട്രിക്സ് കൊടുത്തു 2 1 4. ഐക്ക് പകരം 1 0 0 1. ഐഡിയ കിട്ടുമല്ലോ. ഇനി നമുക്ക് ഇതിനെ യൂണിറ്റ് ആക്കണം. തൊട്ടിപ്പുറത്ത് 1 കിടപ്പുണ്ട്. ഇതിനെ പിടിച്ച് ഇപ്പുറത്താക്കിയാൽ കോളം ആയി. നമ്മൾ കോളം മെത്തേഡിലല്ലേ ചെയ്യുന്നത്, പകരം ഏത് മെത്തേഡിലാണ്? റോ മെത്തേഡിലാണ്. അപ്പം നമ്മൾ ഇവിടെ തൊട്ട് താഴെ യൂണിറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇതിനെ യൂണിറ്റ് ആക്കാൻ ഒരു 1/2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ R1 ഇംപ്ലൈസ് 1/2 R1. ശരിയല്ലേ? അപ്പോൾ നമുക്ക് R1 എന്താ മാറും? ഇതിന് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, ഇവിടെ 1/2. സെക്കൻഡ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. 4 അത് റൈറ്റിലും ചെയ്യണം. ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ യൂണിറ്റ് അല്ലേ സാറേ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെയല്ല, ഇവിടെ എന്ത് ചെയ്യുന്നു അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2
0 and multiply with 0. Second row change in അതുപോലെ. ഇനി യൂണിറ്റി ആയി ഈ തൊട്ടതാണ് സെക്കൻഡ് റോയുടെ ഫസ്റ്റ് ലെവൽ 0 ആണ്. ഇതിനെ 0 ആക്കാൻ തൊട്ട് മുകളിൽ ഇതിനെ ഈ 1 നെ -4 കൊണ്ട് ഗുണിച്ച് കൂട്ടിയാൽ പോരെ. അപ്പോൾ ഞാൻ ഇടുന്നു R2 എന്ന് പകരം R2 implies R2 plus -4R1 എന്ന് പറഞ്ഞാൽ ഈ 4 നെ 0 ആക്കാൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റി ഇതിനെ -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൂടെ പോകും. അപ്പോൾ ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല 1/2. സെക്കൻഡ് റോയ്ക്കാണ് ചേഞ്ച് കുഞ്ഞുങ്ങളെ. ഇതിനെ -4 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിലൂടെ കൂട്ടും 0. ഇനി ഇവിടെ -4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ -4 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ -4 കൊണ്ട് ഗുണിക്കുമ്പോൾ ആ 4 നെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 ഒരു -2 വരും. ആ -2 2 ന്റെ കൂടെ 0. റൈറ്റില് ഫസ്റ്റ് റോയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. ഈ സെക്കൻഡ് റോയുടെ ഈ എലമെന്റ് വരെ ഇതിനെ കറസ്പോണ്ടിങ് ആയി ഇതിനെ -4 കൊണ്ട് കാണാം. ഇതിനെ -4 കൊണ്ട് ഗുണിച്ചതിന് കൂട്ടും. ഇതിനെ -4 കൊണ്ട് ഗുണിക്കുമ്പോൾ -2 വരും. ആ -2 ഇതിനോട് കൂട്ടുമ്പോൾ -2. ഇതിനെ -4 കൊണ്ട് ഗുണിച്ചാൽ 0 ഒന്നിനോട് കൂട്ടുമ്പോൾ. ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കാം. സെക്കൻഡ് റോയുടെ ഫസ്റ്റ് എലമെന്റ് 0 ആയി. ഇനി സെക്കൻഡ് തന്നെ യൂണിറ്റി ആക്കട്ടെ. ഇവിടെ 0 കിടക്കുന്നു. അതിന് യൂണിറ്റി ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇനി മുന്നോട്ട് നടക്കത്തില്ല. അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റുകളെല്ലാം 0 ആയി. അപ്പോൾ ഇനി നമുക്ക് ഇൻവേഴ്സ് കണ്ടെത്താൻ കഴിയില്ല. നമുക്ക് പറയാം A inverse does not exist. എങ്ങനെയാണ് എലമെന്റ്സ് ഇൻ ദി സെക്കൻഡ് റോ ഓഫ് ദി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാട്രിക്സ് ആൾ സീറോസ്. അപ്പോൾ ഇത് സീറോസ് ആയതുകൊണ്ട് ഈ എലമെന്റ്സുകളെല്ലാം സീറോസ് ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാട്രിക്സിന്റെ ആ സെക്കൻഡ് റോയുടെ എലമെന്റ്സുകളെല്ലാം സീറോസ് ആയതുകൊണ്ട് നമുക്ക് A inverse കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് പറഞ്ഞു വരുന്നത് എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ മെട്രിക്സുകൾക്കും ഇൻവേഴ്സ് ഉണ്ട് എന്ന് കരുതി കളയരുത്. എല്ലാ മെട്രിക്സുകൾക്കും എന്തില്ല ഇൻവേഴ്സ് ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മെട്രിക്സ് എന്തില്ല ഇൻവേഴ്സ് ഇല്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കണ്ടന്റ് ഉണ്ട് ഇൻവെർട്ടിബിൾ. അപ്പോൾ ഇൻവെർട്ടിബിൾ എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സ് ഇൻവെർട്ടിബിൾ എന്ന് പറയുമ്പോൾ അത് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ മെട്രിക്സ് എന്തല്ല ഇൻവെർട്ടിബിൾ അല്ല. പറഞ്ഞ മനസ്സിലാവില്ല, ഇത് ഇൻവെർട്ടിബിൾ അല്ല. ഇനി അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സിംഗുലർ അൺനോൺ സിംഗുലർ. സിംഗുലർ എന്ന് പറയുമ്പോൾ അടുത്തൊരു യൂണിറ്റ് പറയേണ്ട കാര്യമാണ്. സോറി, 2 വാക്ക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സിംഗുലറും നോൺ സിംഗുലർ. ആ സിംഗുലറിന്റെ കണ്ടീഷൻ അടുത്തൊരു യൂണിറ്റ് ഡിറ്റർമിനന്റ് എന്നൊരു യൂണിറ്റ് ഉണ്ട്. ആ ഡിറ്റർമിനന്റ് വെച്ചാണ് സിംഗുലറും നോൺ സിംഗുലറും പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് പറയുകയാണ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ മെട്രിക്സ് നോൺ സിംഗുലർ ആയിരിക്കും. അപ്പം സിംഗുലർ ആയിട്ടുള്ള മെട്രിക്സിനും എന്താണ് ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് ഉണ്ടെന്നല്ല സൊല്യൂഷൻ ഉണ്ട്. അത് പിന്നീട് നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനെന്തില്ല therefore A inverse does not exist. ഇതേ രീതിയിൽ ഒത്തിരി പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. 14 18 എങ്ങനെയാണ് 1-2 പ്രോബ്ലംസ് ഇതേ രീതി ചെയ്യുന്നു. ബാക്കിയെല്ലാം അല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓർഡർ 2ന്റെ ഇൻവേഴ്സ് കണ്ടെത്താനുള്ള മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയുന്നു. ആ ഓപ്പറേഷൻ ഇന്റർചേഞ്ചിങ് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആ ഓപ്പറേഷൻ മനസ്സിലാക്കിയ ശേഷം നമ്മൾ വർക്കിംഗ് റൂൾ എവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ മെട്രിക്സ് ആ ലെഫ്റ്റ് അവിടെ ആദ്യം ഒന്നാം വരിയുടെ ഒന്നാമത്തെ എലമെന്റ് യൂണിറ്റി, രണ്ടാം വരിയുടെ ഒന്നാമത്തെ എലമെന്റ് 0, വീണ്ടും രണ്ടാം വരിയുടെ രണ്ടാമത്തെ എലമെന്റ് യൂണിറ്റി, വീണ്ടും ഒന്നാം വരിയുടെ രണ്ടാമത്തെ എലമെന്റ് 0. അപ്പോൾ യൂണിറ്റി 0 യൂണിറ്റി 0 ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. അല്ല വായി തോന്നുക ചെയ്ത് നിങ്ങൾ തെറ്റി ചോദിച്ചിട്ട് മാർക്ക് പോക്കരുത്. പറഞ്ഞ് മനസ്സിലായി. അത് ഇങ്ങനെ ഈ പറഞ്ഞ യൂണിറ്റി 0 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിച്ച 3 ഓപ്പറേഷൻ. അത് ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ ആ ഓപ്പറേഷൻ റൈറ്റിലും കൂടി ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. അത്രയും അങ്ങനെ ചെയ്തു വരുമ്പോൾ ലെഫ്റ്റിൽ എന്തായി മാറും ഐഡന്റി മെട്രിക്സ് ആവും. റൈറ്റിലുള്ള ഈ മെട്രിക്സ് ഈ ഐഡന്റി മെട്രിക്സ് മറ്റൊരു മെട്രിക്സ് ആയി മാറും. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് ഐഡന്റി മെട്രിക്സ് ആകുമ്പോൾ ഈ മെട്രിക്സ് എന്തായി മാറും ഇതിന്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ശരി, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു.